നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് കാണുന്ന നല്ല മനോഹരമായ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ലുക്കും അതുപോലെ തന്നെ ഇൻറ്റീരിയർ ലുക്കും വന്നിരിക്കുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് സമീപം പൊറ്റൽ എന്നുള്ള ഒരു സ്ഥലത്താണ് നമുക്ക് ഒരു വീട് വന്നിട്ടുള്ളത്. നമുക്കിതൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. വില്ല പ്രോജക്റ്റ് നടക്കുന്ന ഏരിയയാണ്. 10, 30, 40 വില്ല വരെ ഇതിൻ്റെ അകത്ത് പണി തീർത്തിട്ട് വന്നിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഇത് കറക്റ്റ് ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഒരു വീട് വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് ലൊക്കേഷൻസ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും സെൻട്രൽ സിറ്റിയിൽ നിന്ന് നമുക്ക് വെറും 10 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോകാനായിട്ട് 12 കിലോമീറ്ററും അതുപോലെ തന്നെ പാപ്പനംകോട് നമുക്ക് എത്താനായിട്ട് ഒരു 6 കിലോമീറ്ററും തിരുമല ജംഗ്ഷൻ എത്താനായിട്ട് ഒരു 3 കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് വരുന്ന ഒരു അടിപൊളി ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു വീട് നമുക്ക് പണിതിട്ടുള്ളത്. കാണുന്ന പോലെ തന്നെ എക്സ്റ്റീരിയർ നല്ല മനോഹരമാക്കി ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു വീട് തന്നെയാണ്. എ ഫ്രെയിം റൂഫും കേബിൾ റൂഫും കാര്യങ്ങളൊക്കെ നല്ല വന്നിട്ടുള്ള നല്ല മനോഹരമായൊരു വീട്. അതുപോലെ തന്നെ കുറച്ചുകൂടി മനോഹരമാക്കുവാനായിട്ട് പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയാക്കി തീർത്തിട്ടുള്ള ഒരു ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3D എലിവേഷനും എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ ഉൾപ്പെട്ട് വന്നിട്ടുണ്ട്. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായൊരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ടാറിട്ട ഫ്രണ്ടേജാണ് നമുക്ക് വരുന്നത്. നിരന്ന ഭൂമിയിൽ തന്നെയാണ് വീട് വന്നിട്ടുള്ളത്. അപ്പോൾ തൊട്ടടുത്തായിട്ട് വേറെ വീടുകളൊക്കെ നമുക്ക് വില്ലാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വില്ലാസുകളുടെ ഇടയിൽ വരുന്ന ഒരു വീടാണ് ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് ഉള്ളത്. അപ്പോൾ ഇത്രയും ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും ഓപ്പണായിട്ട് ഇത്രയും വൈഡായിട്ട് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ടേജ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വലിയ വണ്ടിയായാലും നമുക്ക് സുഖമായിട്ട് വീട്ടിനകത്തോട്ട് കോമ്പൗണ്ടിനകത്തോട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ എൻട്രൻസും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. ഒരു സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഒരു ഫോൾഡിങ് ഗേറ്റുമാണ് നമുക്ക് ഫ്രണ്ടേജിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫുള്ളി ഇൻ്റർലോക്ക് ചെയ്ത ഒരു ഏരിയയാണ് നമുക്കിവിടെ ഫ്രണ്ട് നമുക്കിതിൽ വന്നിട്ടുള്ളത്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഫ്രണ്ടേജ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ വന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഗേറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി ക്യാമറ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെട്ട് വരുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. ഫ്രണ്ടിൽ അപ്പം നമുക്ക് കാണുന്ന പോലെ തന്നെ ഔട്ട്ഡോർ പ്ലാന്റ്സൊക്കെ നല്ല വെച്ചുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു ഫ്രണ്ടേജാണ് നമുക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഒരു അടിപൊളിയായിട്ടുള്ള വ്യൂവും കാര്യങ്ങളും തന്നെയാണ് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കിട്ടുന്നത്. തൊട്ട് താഴെ നമുക്കൊരു ചെറിയ ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളും വെച്ചാൽ അവിടെ നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഒരു 3D എലിവേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വിൻഡോ സൈഡിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ സ്പോട്ട് ലൈറ്റും കൊടുത്ത് നല്ല മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഏരിയ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. 12x4 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല റെക്ടാങ്കിൾ ഷേപ്പിൽ അടിപൊളിയായിട്ടുള്ള സിറ്റ് ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് ഈ ഒരു പാറ്റേണിൽ പ്രൊഫൈൽ ലൈറ്റ് ചാനലും കൊടുത്ത് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഇതാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് സിറ്റ് ഔട്ടിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും സിറ്റ് ഔട്ടിൻ്റെ മുകളിൽ നമുക്ക് വരുമ്പോഴത്തേക്കും അതുപോലെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലും കാര്യങ്ങളും കൊടുത്തുകൊണ്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമുക്കിവിടെ എടുത്ത് പറയേണ്ട കാര്യം 2 സൈഡിൽ നമുക്ക് പാനൽ വർക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു ചുമരിൽ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒന്നാണ് നമുക്ക് വന്നിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് 2 ചുമരിലും നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പാനൽ വർക്ക് വുഡൻ പാനൽ വർക്ക് കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ഇതാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ നല്ല മനോഹരമായ രീതിയിലുള്ള വർക്കും കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. പ്ലാവിൻ്റെ അടിയിലാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോവാം. നല്ല മനോഹരമായ ഒരു ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീടിന് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വിശാലമേറിയ ഒരു നമുക്ക് ലിവിങ് ഏരിയയാണ് നമുക്കൊരു വീടിനകത്ത് കിട്ടിയിട്ടുള്ളത്. നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉള്ള വ്യൂവും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റും നല്ല ഫാൻസി ഹാങ്ങിങ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നടുക്ക് നമുക്ക് ലിവിങ് ഏരിയയുടെ മിഡിൽ ആയിട്ടാണ് നമുക്കത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. നല്ല എക്സ്റ്റീരിയർ ലുക്കിനേക്കാളും ഇൻറ്റീരിയർ ലുക്ക് നല്ല മനോഹരമാക്കി ചെയ്ത് തീർത്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ഈ വീടിനകത്ത് വന്നിട്ടുള്ളത്.
ഈ കാണുന്നതാണ് വീടിൻ്റെ ടി വി യൂണിറ്റ്. ടി വി യൂണിറ്റ് അത്യാവശ്യം നല്ല ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ടി വി യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കെല്ലാം നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനൽ ഡെക്കറേഷനായിട്ട് കൊടുത്ത് ഫോൾ സീലിംഗ് ഉൾപ്പെടെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും കൊടുത്ത് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഏരിയ. അതുപോലെ തന്നെ നമുക്ക് വരുന്ന പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടി വി യൂണിറ്റാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ഫ്ലോറിംഗ് വരുമ്പോഴത്തേക്കും ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കർട്ടൺ ബ്ലിൻസും കാര്യങ്ങളും ഓൾറെഡി ഇവിടെ നമുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. നമുക്ക് ഈ ഒരു ലീവിങ് ഏരിയ നമുക്ക് വരുന്നത് 20x12 ഡയമെൻഷനാണ് വരുന്നത്. 20x12 ഡയമെൻഷനാണ് ലീവിങ് ഏരിയക്ക് വരുന്നത്. നേരെ നമുക്ക് വരുന്നത് ഡൈനിങ് ഏരിയ ആണ്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ. 16x10 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നമുക്കൊരു 12 ചെയർ കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ വരുന്ന ഒരു ഡൈനിങ് സെറ്റും ഡൈനിങ് ചെയറും ടേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഇൻവോൾവ് ആകാൻ പറ്റുന്ന ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. 16x10 വന്നിട്ടുള്ളത്. ഫ്ലോറിനായിട്ട് നല്ല ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കർട്ടൺ ബ്ലിൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. ആ ഒരു വോള് നമുക്ക് വരുന്നത് പ്രീമിയം രീതിയിലുള്ള വർക്കും കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ചുമരാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമുക്കൊരു കോക്കറി ഷെൽഫ്, ചെറിയൊരു കോക്കറി ഷെൽഫും തൊട്ടടുത്തായിട്ട് നമുക്ക് വാഷ് കൗണ്ടർ ഏരിയ ആണ് വന്നത്. ഡൈനിങ് ഏരിയയ്ക്കുള്ള വാഷ് കൗണ്ടർ ഏരിയ, അതും ഇത്തിരി അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു വാഷ് കൗണ്ടറും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം രീതിയിലുള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു വർക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗിലായിട്ട് നമുക്ക് ഒരു വുഡൻ പാനൽ വരുന്ന വർക്കും കാര്യം ചെയ്യുന്ന അതിന് ചുറ്റും നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനൽ കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഫോൾ സീലിംഗ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ. വീടിൻ്റെ കിച്ചൺ നമുക്ക് ഒരു ഓപ്പൺ മോഡുള്ള രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളതും. അത്യാവശ്യം നല്ല പ്ലാന്റ്സും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു എൻട്രൻസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു വർക്ക് കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു കിച്ചണിൻ്റെ എൻട്രൻസ്. അതുപോലെ തന്നെ അകത്തോട്ട് കിടക്കുമ്പോഴത്തേക്കും 12x10 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു കിച്ചൺ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് താഴെ നോക്കുമ്പോഴത്തേക്ക് ഫ്ലോറിംഗ് എല്ലാം വന്നിരിക്കും മാറ്റ് ഫിനിഷ് വരുന്ന ഗ്രിപ്പുള്ള ടൈൽസും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് കിച്ചൺ എല്ലാം പണിതിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു ആംബിയൻസ് രീതിയിലുള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിച്ചണിനകത്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊരു ഷെൽഫും കാര്യങ്ങളാണ്. അതിനകത്ത് പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഏരിയ. ഇത് നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് കാര്യങ്ങളാണ് സെൻറ്ററിൽ നമുക്ക് വെച്ച് വന്നിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചണിൻ്റെ വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് വരുന്നത് ചിമ്മിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇൻബിൽഡ് ആണ്. മുകളിലും നമുക്ക് സ്പേഷ്യസ് ആയിട്ട് കബോർഡും കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെയാണ് വർക്കെല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഡെക്കറേഷനായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകുന്നതിന് തൊട്ട് മുകളിലായിട്ട് തന്നെ ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റ് ചാനലിൽ നമുക്ക് വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ. അതുപോലെ തന്നെ ഇത് നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആക്കി കംപ്ലീറ്റ് ആയി തീർത്തിരിക്കുന്ന ഒരു ചുമര് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു റൂമും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. 20x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നല്ല പ്രീമിയം രീതിയിലുള്ള വർക്കും കാര്യങ്ങളും തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലുമാണ് ഡെക്കറേഷനായിട്ട് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. ഏകദേശം ഈ ഒരു ഭാഗത്ത് വുഡൻ വർക്കും കാര്യങ്ങളൊക്കെ വന്ന് അവിടെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ഫസ്റ്റ് ബെഡ്റൂമിലത്തെ വാൾഡ്രോബ്സ് വരുന്നത്. കർട്ടൺ ബ്ലിൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഇത് നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്ന മോണിറ്റർ വയ്ക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ഒരു വാൾഡ്രോബ്സ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത്. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രീമിയം ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തെ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക്
വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ നമുക്ക് വിശേഷങ്ങൾ വരുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് വുഡ് വർക്കാണ്, തടിയിലാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ വർക്ക് നമുക്ക് അതിനകത്ത് വന്നിട്ടുണ്ട്. നേരെ വന്നിരിക്കുന്ന ഈ ഒരു വിൻഡോ നമുക്ക് കർട്ടൻ ബ്ലിൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഒരു പ്രൊഫൈൽ ലൈറ്റ് ചാനൽ നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ അടുത്തൂടെ നമുക്ക് കൊടുത്തുണ്ട്. നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന സംഭവം നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഒരു വിൻഡോ മോഡലാണ് വന്നിട്ടുള്ളത്. ഗ്ലാസും കാര്യങ്ങളും ഫിറ്റ് ചെയ്ത് പകലിൽ നമുക്ക് വീടിനകത്ത് വെളിച്ചവും കാര്യങ്ങളും കിട്ടത്തക്ക രീതിയിൽ ചെയ്തിരിക്കുന്ന വിൻഡോസും കാര്യങ്ങളും തന്നെയാണ് ആ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. ഇത് പ്രീമിയം രീതിയിൽ വരുന്ന വർക്കും കാര്യവും കംപ്ലീറ്റ് ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു ഏരിയ. മുകളിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു ഫാൻസി ലൈറ്റും അതുപോലെ തന്നെ ഒരു ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഏരിയ. പ്രൊഫൈൽ ലൈറ്റും നമുക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കാണുന്നതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് എത്തിപ്പെടുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വീടിനകത്തുള്ള എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഈ കാണുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത്. ഒരു സ്മാർട്ട് മിറർ അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു ഏരിയ. ഇവിടെ നമുക്ക് തൊട്ടടുത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയ കവർ ചെയ്ത് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഫസ്റ്റ് ഫ്ലോറിലത്തെ ഹാളിൻ്റെ ഡയമെൻഷൻ 22x20 ഹാളിൻ്റെ ഡയമെൻഷൻ വരുന്നത്. വിശാലമേറിയ ഒരു ഹാളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു വീടാണ്. ഈ 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകൾ ഫ്ലോർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിലത്തെ ഒരു TV യൂണിറ്റാണ്. അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ആയിട്ട് തന്നെ TV യൂണിറ്റ് ഏരിയ. സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കെല്ലാം വന്നിട്ടുണ്ട്. അത് ഈ ഒരു പാറ്റേണിലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായിട്ട് വന്നേക്കുന്നത്. ഫ്ലോറിംഗായിട്ട് തന്നെ ഖജീരയുടെ നല്ല ക്വാളിറ്റി ടൈൽസാണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ഈ കാണുന്ന ആദ്യത്തെ ബെഡ്റൂമാണ്. 14x12 ഡയമെൻഷൻ വരുന്ന നല്ലൊരു റൂം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രീമിയം രീതിയിലുള്ള വർക്കും കാര്യങ്ങളും തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫോൾ സീലിംഗ് വന്നിരിക്കുന്നത് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തന്നെയാണ് ഫോൾ സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ വാൾ റൂംസ് വന്നിരിക്കുന്നത്. ടെക്സ്ചർ വർക്ക് വരുന്ന ചുമര് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് നമുക്ക് ഫോൾ സീലിംഗിൻ്റെ തുടക്കം വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വർക്കും കാര്യങ്ങളും തന്നെയാണ് എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നത് നമുക്ക് വാൾ റൂംസ് ആണ്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആണ് ചെയ്തിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ ഫ്ലോറിംഗായിട്ട് ചെയ്തിട്ടുണ്ട്. നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 20x14 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ വിശാലമേറിയ ഒരു റൂമാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂം കണ്ടതുപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ടെക്സ്ചർ വർക്ക് വരുന്ന ഒരു ചുമര് വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക്, അതുപോലെ സ്പോട്ട് ലൈറ്റൊക്കെ നൽകിക്കൊണ്ട് നല്ല മനോഹരമാക്കി കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയ. കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. ഫ്ലോറിനായിട്ട് ഖജീരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വാൾ റൂഫ് കൂടെ വന്നിട്ടുണ്ട്. സെയിം പാറ്റേൺ ആണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിരിക്കുന്ന സെയിം പാറ്റേൺ തന്നെയാണ് നമുക്ക് ഈ ഒരു റൂമിലും ഫോളോ അപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ്. ക്വാളിറ്റി ടൈൽസും അതുപോലെ തന്നെ നല്ല മനോഹരമായ രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഈ ഒരു ബാത്റൂം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും വന്നിട്ടുള്ള മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു മെയിൻ ഹാള്, 2 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഫ്ലോർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി. ബാൽക്കണി അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ബാൽക്കണി തന്നെയാണ്. 12x8 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു ഇത് തന്നെയാണ്. ഫോൾ സീലിംഗ് വർക്കിൽ നമുക്ക് ഇതുപോലെ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനൽ ഡെക്കറേഷനായിട്ട് കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് സ്റ്റീലിലാണ് വന്നിട്ടുള്ളത്. സ്റ്റീലിലും അതുപോലെ തന്നെ സ്ട്രിപ്സും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹാൻഡിൽസ്. ടെറാക്കോട്ട മെറ്റീരിയലിൻ്റെ ചെറിയൊരു പോർഷൻ നമുക്കിവിടെ വരുന്നുണ്ട്.
അപ്പോൾ ഇത് നമുക്ക് എക്സ്റ്റീരിയർ ലുക്കിൽ നല്ല മനോഹരമായി കാണുന്ന ഒരു ഏരിയ തന്നെയാണ്. ഈ കാണുന്ന വുഡൻ വർക്കും വുഡൻ പാനലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് വരുന്നത് മെയിൻ ബാൽക്കണി സൈഡിലാണ്. മെയിൻ ബാൽക്കണി സൈഡിൽ 2 ചുമരാണ് നമുക്ക് ഈ കാണുന്നത്. ഇപ്പോൾ വുഡൻ പാറ്റേൺ വരുന്ന വുഡൻ പാനലിലാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി വർക്ക് ഇൻറ്റീരിയറിലായാലും എക്സ്റ്റീരിയറിലായാലും ഈ വീട് ചെയ്തിട്ടുണ്ട്. 4 സെൻറ്റ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്കിവിടെ ചോദിക്കുന്നത് 87 ലക്ഷമാണ്. വെറും 87 ലക്ഷമാണ്. 87 lakhs ആണ്. അത് കുറച്ച് നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫെയർ പ്രൈസ് തന്നെയാണ് നമുക്ക് ചോദിക്കുന്നത്. വർക്ക് ബേസിസ് നമ്മൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഫെയർ പ്രൈസ് തന്നെയാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. 87 ലക്ഷം തികച്ചും നെഗോഷ്യബിൾ ആണ്. അപ്പം വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങളെ കസ്റ്റമർ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ലോൺ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.